Hello everyone. Today we are going to do a problem of k-means clustering. In the previous video we have discussed the basics and the algorithm of k-means clustering. So today let's do a problem. Question is, use k-means clustering algorithm to divide the following data into two clusters. Here a data set is given and we need to cluster this data points using k-means clustering. Question two clusters ആയിട്ട് group ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. Okay. So we know that first step of k-means algorithm is step 1, choosing randomly two cluster centers. That is, ഈ തന്നിരിക്കുന്ന data points ൽ നിന്ന് random ആയിട്ട് രണ്ട് cluster centerനെ choose ചെയ്യാൻ പോവാണ്. Say V1 first centerന് V1 എന്ന് ഞാൻ ലേബൽ ചെയ്തു. V1 is equal to say ഞാൻ 2, 1 ഈ പോയിന്റ് സെലക്ട് ചെയ്യുന്നു 2,1 and V2 second cluster center V2 is equal to suppose I am going to select the point 2, 3 ഇവിടെ രണ്ട് ക്ലസ്റ്ററിനെ ഫോം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ രണ്ട് സെന്ററിനെ ഞാൻ ചൂസ് ചെയ്തു, റാൻഡം ആയിട്ട് ചൂസ് ചെയ്തതാ. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് step 2, finding the distance between the cluster centers and each data points. അതായത് ഇവിടെ ചൂസ് ചെയ്ത രണ്ട് സെന്ററിനും ഈ തന്നിരിക്കുന്ന ഡേറ്റ പോയിന്റ്സും ആയിട്ടുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. സോ അതിനുവേണ്ടി ഒരു ടേബിൾ ഞാൻ വരയ്ക്കാൻ പോവാണ്. ടേബിളിന്റെ ഫസ്റ്റ് കോളം ഡേറ്റ പോയിന്റ്, ദെൻ ഡിസ്റ്റൻസ് ഫ്രം ഫസ്റ്റ് ക്ലസ്റ്റർ സെന്റർ V1, പോയിന്റ് ഏതാണ് 2,1. and next column is distance from the second cluster center V2 2,3 and the third column is assigned center. Okay, so ഈ ടേബിളില് ഫസ്റ്റ് കോളത്തില് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡേറ്റ പോയിന്റ്സ് അതേപോലെ എഴുതുവാണ്. ഓരോ ഡേറ്റ പോയിന്റ്സിനും ഞാനൊരു ലേബൽ കൂടെ കൊടുക്കുന്നുണ്ട്. സേ A1 എന്ന് പറയുന്ന പോയിന്റ് ഫസ്റ്റ് പോയിന്റ് 1,1, then A2 2,1, A3 2,3. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡേറ്റ പോയിന്റ്സ്. ഇനി ചെയ്യേണ്ടുന്നത് we have to find the distance between each center and given data point. സോ ഈ കോളത്തിൽ നമ്മൾ ചൂസ് ചെയ്ത ഫസ്റ്റ് സെന്ററും ഓരോ ഡേറ്റ പോയിന്റുമായിട്ടുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക വെച്ചാൽ നമ്മളിവിടെ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് ആണ് യൂസ് ചെയ്യുന്നത്. യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് 2 പോയിന്റ്സ് സേ x1, x2 ആൻഡ് y1, y2. ഓക്കെ, നമുക്ക് രണ്ട് പോയിന്റ് ഉണ്ട്. ഈ രണ്ട് പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വേഷൻ ഇതാണ്, റൂട്ട് ഓഫ് x1 മൈനസ് y1 the whole square plus x2 മൈനസ് y2 the whole square. അപ്പോൾ ഇതാണ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അതേപോലെ ഫസ്റ്റ് ഡേറ്റ പോയിന്റ് ഇതാണ് 1,1, അതേപോലെ ഫസ്റ്റ് സെന്റർ ഇതാണ് 2,1. ഈ രണ്ട് പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെയായിരിക്കും? റൂട്ട് ഓഫ് 1 മൈനസ് 2 the whole square plus 1 minus 1 the whole square. Okay, which is equal to we get 1. അപ്പോൾ distance between these two point is 1. അപ്പോൾ ഇതേപോലെ ഈ ഡിസ്റ്റൻസ് ഫ്രം V1 എന്ന കോളം ഞാൻ ഫില്ല് ചെയ്യാൻ പോവാണ്. സോ distance between this point and this center is 1 and distance between this point A2 and V1 is 0. Distance between A3 and V1 is 2. Likewise 1.41, 2.835. In this column we have to find the distance between each data point and the second center V2. That is distance between the first point A1 and V2 is 2.24. Likewise, okay, അപ്പോൾ നമുക്ക് രണ്ട് സെന്ററുമായിട്ടുള്ള ഡിസ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടുന്നത് ഓരോ ഡേറ്റ പോയിന്റിനും
ഈ രണ്ട് സെന്ററുമായിട്ടുള്ള ഡിസ്റ്റൻസിൽ ഏറ്റവും മിനിമം ഏതാണെന്ന് നോക്കുക. ഇവിടെ ഫസ്റ്റ് പോയിന്റിന് രണ്ട് സെന്ററുമായിട്ടുള്ള ഡിസ്റ്റൻസ് ഒന്ന് 1ഉം മറ്റേത് 2.24ഉമാണ്. അപ്പം മിനിമം എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്. സോ V1 എന്ന് പറയുന്ന സെന്റർ നമ്മൾ ഈ ഡേറ്റ പോയിന്റിന് അസൈൻ ചെയ്യും. സോ അസൈൻഡ് സെന്റർ എന്ന് പറയുന്ന കോളത്തിൽ V1 എഴുതുക. സോ അതേപോലെ ഓരോ പോയിന്റിനും ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് ഏത് സെന്ററുമായിട്ടാണോ ആ പർട്ടിക്കുലർ സെന്റർ ആ പോയിന്റിന് അസൈൻ ചെയ്യുക. ഇവിടെ രണ്ടിടത്തും സെയിം ഡിസ്റ്റൻസ് ആണ്. സോ യു ക്യാൻ സെലക്ട് എനി സെന്റർ. ഓക്കെ, അപ്പോൾ രണ്ട് സെന്ററിനും ഓരോ ഡേറ്റ പോയിന്റുമായിട്ടുള്ള ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചു. അതിൽ മിനിമം ഡിസ്റ്റൻസ് അനുസരിച്ച് സെന്ററിനെ ഓരോ ഡേറ്റ പോയിന്റും അസൈൻ ചെയ്തു. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് 3. ഈ അസൈൻഡ് സെന്റർ അനുസരിച്ച് നമ്മൾ ക്ലസ്റ്റർ ഫോം ചെയ്യണം. സോ ക്ലസ്റ്റർ 1 ഓഫ് V1. ഇവിടെ നോക്കുക, V1 എന്ന സെന്റർ ഏതൊക്കെ ഡേറ്റ പോയിന്റിന് അസൈൻ ചെയ്തിട്ടുണ്ടോ നോക്കുക. ആ പോയിന്റ്സ് എല്ലാം ഈ ക്ലസ്റ്റർ 1ൽ വരും. സോ നോക്കിയേ, A1, A2, സോ A4 ഇത്രയാണ് ക്ലസ്റ്റർ 1ൽ വരുന്നത്. അതേപോലെ ക്ലസ്റ്റർ 2 ഓഫ് V2 സെന്റർ ആയിട്ടുള്ള ക്ലസ്റ്ററിൽ ഏതൊക്കെ ഡേറ്റ പോയിന്റ്സ് വരും നോക്കുക. ഹിയർ A3, A5 ആൻഡ് A6. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇനിഷ്യലി ഉള്ള ക്ലസ്റ്റേഴ്സ്. ഇനി ചെയ്യേണ്ടുന്നത് ഈ കിട്ടിയ ക്ലസ്റ്ററിൽ സെന്ററിനെ റീകാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ 4 ഈസ് റീകാൽക്കുലേറ്റ് ദ ക്ലസ്റ്റർ സെന്റേഴ്സ്. സോ V1 എന്ന സെന്ററിനെ ഞാൻ റീകാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടുന്നത് ഫസ്റ്റ് ക്ലസ്റ്ററിന്റെ ഈ 3 ഡേറ്റ പോയിന്റിന്റെയും ആവറേജ് എടുക്കാം. ഓക്കെ, സോ V1 ഇസ് ഈക്വൽ ടു 3 ഡേറ്റ പോയിന്റ്സ് ആണുള്ളത് ഫസ്റ്റ് ക്ലസ്റ്ററിൽ. സോ 1/3 A1 എന്ന് പറയുന്ന ഡേറ്റ പോയിന്റ് ഏതായിരുന്നു? 1,1 പ്ലസ് A2 എന്ന ഡേറ്റ പോയിന്റ് ഇസ് 2,1 പ്ലസ് then A4 എന്ന ഡേറ്റ പോയിന്റ് ഇസ് 3,2. ഓക്കെ, അപ്പോൾ ഈ 3 പോയിന്റിന്റെ ആവറേജ് എടുക്കാൻ പോവാണ്. വിച്ച് ഇസ് ഈക്വൽ ടു 1/3 ഇൻറ്റു 6,4 വിച്ച് ഇസ് ഈക്വൽ ടു 2,1.33. അപ്പോൾ ഇതാണ് V1 എന്ന് പറയുന്ന സെന്ററിനെ നമ്മൾ റീകാൽക്കുലേറ്റ് ചെയ്തത്. സോ അതേപോലെ V2നെയും റീകാൽക്കുലേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ക്ലസ്റ്റർ 2ലെ ഡേറ്റ പോയിന്റ്സിന്റെ ആവറേജ് എടുക്കുക. ദാറ്റ് ഈസ് 1/3 ബിക്കോസ് 3 എലമെന്റ്സ് ആണുള്ളത് ഇൻറ്റു A3 പ്ലസ് A5 പ്ലസ് A6. ഓക്കെ, സോ 1/3 ഇൻറ്റു A3 എന്ന് പറയുന്ന പോയിന്റ് ഏതാണ്? 2,3 പ്ലസ് A5 4,3 പ്ലസ് A6 എന്ന് പറയുന്ന ഡേറ്റ പോയിന്റ് ഇസ് 5,5 വിച്ച് ഇസ് ഈക്വൽ ടു 1/3 ഇൻറ്റു 11,11 വിച്ച് ഇസ് ഈക്വൽ ടു 3.67, 3.67. അപ്പോൾ ഇതാണ് V2 എന്ന സെന്ററിനെ റീകാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് 5. റിപ്പീറ്റ് ഫ്രം സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 2ൽ നിന്ന് നമ്മൾ റിപ്പീറ്റ് ചെയ്യണം until we get same cluster center or same cluster elements as in the previous iteration. അപ്പോൾ ഇതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതായത് റിപ്പീറ്റ് ഫ്രം സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 2 തൊട്ട്, അതായത് സ്റ്റെപ്പ് 2, 3 and 4. അപ്പോൾ ഈ 3 സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യണം until we get same cluster center. കാരണം ഓരോ ഐട്രേഷനിലും നമ്മൾ ക്ലസ്റ്റർ സെന്ററിനെ റീകാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രീവിയസ് ഐട്രേഷനിൽ കിട്ടിയ അതേ ക്ലസ്റ്റർ സെന്റർ തന്നെയാണ് നമുക്ക് പിന്നെയും കിട്ടുന്നതെന്നുണ്ടെങ്കിൽ വി ക്യാൻ സ്റ്റോപ്പ്. ഓക്കെ, ഇനി അതല്ല ഓർ സെയിം ക്ലസ്റ്റർ എലമെന്റ്സ്, പ്രീവിയസ് ഐട്രേഷനിൽ കിട്ടിയ അതേ ക്ലസ്റ്റർ എലമെന്റ്സ് തന്നെയാണ് ഇപ്പോഴും കിട്ടുന്നതെങ്കിൽ വി ക്യാൻ സ്റ്റോപ്പ്. ഓക്കെ, സോ നൗ വി ആർ ഗോയിങ് ടു റിപ്പീറ്റ് ഫ്രം സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 2 എന്താണ്? ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ക്ലസ്റ്റർ സെന്റർ റീകാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടുന്നത് ഈ രണ്ട് ക്ലസ്റ്റർ സെന്ററിൽ നിന്നും ഓരോ ഡേറ്റ പോയിന്റിന്റെ ഡിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഡിസ്റ്റൻസ് ടേബിൾ.
സോ നേരത്തെ പോലെ തന്നെ ഞാൻ ടേബിൾ വരയ്ക്കാൻ പോവാണ്. ഡേറ്റ പോയിന്റ് ഡിസ്റ്റൻസ് ഫ്രം V1. ഇപ്പോൾ ഇവിടെ V1 എന്ന് പറയുന്നത് എന്താണ് പോയിന്റ്? V1 നമ്മൾ റീകാൽക്കുലേറ്റ് ചെയ്തില്ലേ? 2,1.33. 2,1.33. Then distance from V2. V2നെ റീകാൽക്കുലേറ്റ് ചെയ്യപ്പോൾ കിട്ടിയ വാല്യൂ 3.67, 3.67. And last column is assigned center. So നമ്മുടെ ഡേറ്റ പോയിന്റ് അതേപോലെ എഴുതാൻ പോവാണ്. ഇപ്പൊ നമ്മുടെ ഡേറ്റ പോയിന്റ്സ് എഴുതി. ഇനി ചെയ്യേണ്ടുന്നത് ഈ സെന്ററുമായിട്ട് ഓരോ ഡേറ്റ പോയിന്റിനുമുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ വി ഗെറ്റ് ദ വാല്യൂസ്. ഓക്കെ, ഇനി അതേപോലെ V2 സെന്ററുമായിട്ടുള്ള ഡിസ്റ്റൻസ്, ഓരോ ഡേറ്റ പോയിന്റിന്റെ ഡിസ്റ്റൻസ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുക യൂസിംഗ് ദ സെയിം ഇക്വേഷൻ. സോ വി ഗെറ്റ് ദ വാല്യൂസ് 3.78. ഓക്കെ, സോ ഇനി ചെയ്യേണ്ടുന്നത് മിനിമം ഡിസ്റ്റൻസ് ഏത് സെന്ററുമായിട്ടാണ് നോക്കുക. ആ പർട്ടിക്കുലർ സെന്റർ ഓരോ ഡേറ്റ പോയിന്റും അസൈൻ ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മൾ സെന്ററിനെ അസൈൻ ചെയ്തിട്ടുണ്ട് ഓരോ ഡേറ്റ പോയിന്റുമായിട്ട്. ഇനി ചെയ്യേണ്ടുന്നത് ക്ലസ്റ്റർ ഫോം ചെയ്യുക എന്നുള്ളതാണ്. ഈ അസൈൻഡ് സെന്ററിനെ ബേസ് ചെയ്തിട്ട് ക്ലസ്റ്റർ ഫോം ചെയ്യുക. സോ ക്ലസ്റ്റർ 1 of V1 is equal to V1ന്റെ ക്ലസ്റ്റർ 1ല് ഏതൊക്കെ എലമെന്റ്സ് ആ വരുന്നത് നോക്കിയേ. A1 വരുന്നുണ്ട്, A2, A3, A4. ഇത്രയും എലമെന്റ്സ് V1ന്റെ ക്ലസ്റ്ററിലോട്ടും വന്നു. A1, A2, A3, A4. Okay, so now cluster 2 of V2 അസൈൻ ചെയ്തിരിക്കുന്ന ഡേറ്റ പോയിന്റ്സ് ഏതൊക്കെയാന്ന് നോക്കുക. സോ A5ഉം A6ഉം ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ക്ലസ്റ്ററിനെ റീക്രിയേറ്റ് ചെയ്തേക്കുവാണ്. ഇനി ചെയ്യേണ്ടത് നമ്മൾ പ്രീവിയസ് ഐട്രേഷനിൽ ഉണ്ടായിരുന്ന സെയിം എലമെന്റ്സ് തന്നെയാണോ ക്ലസ്റ്റർ 1ലും 2ലും ഇപ്പോൾ ഉള്ളത് എന്ന് ചെക്ക് ചെയ്യണം. പ്രീവിയസ് ഉണ്ടായിരുന്ന ക്ലസ്റ്റേഴ്സ് ഇങ്ങനെയായിരുന്നു. ക്ലസ്റ്റർ 1ല് A1, A2, A4. ഇപ്പോൾ ക്ലസ്റ്റർ 1ല് A1, A2, A3, A4. ദാറ്റ് ഈസ് ക്ലസ്റ്റർ 2ൽ ഉണ്ടായിരുന്ന A3 ക്ലസ്റ്റർ 1ലോട്ട് മാറി. ഓക്കെ, സോ ക്ലസ്റ്ററിൽ എലമെന്റ്സ് മൂവ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്ലസ്റ്റർ ആണ് ഫോം ചെയ്തിരിക്കുന്നത്. സോ നമ്മുടെ പ്രൊസീജിയർ സ്റ്റോപ്പ് ചെയ്യാർ ആയിട്ടുള്ള വി ഹാവ് ടു കണ്ടിന്യൂ. അപ്പോൾ ഇനി അടുത്ത എന്താ ചെയ്യേണ്ടുന്നത്? ക്ലസ്റ്റർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്ത ചെയ്യേണ്ടുന്നത് ക്ലസ്റ്ററിന്റെ സെന്ററിനെ റീകാൽക്കുലേറ്റ് ചെയ്യുക. സോ V1 is equal to ക്ലസ്റ്റർ 1ല് ഇപ്പോൾ 4 എലമെന്റ്സ് ആണുള്ളത്. സോ 1/4 ഇൻറ്റു A1 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് A4 വിച്ച് ഇസ് ഈക്വൽ ടു which is equal to 2,1.75. അപ്പോൾ ഇതാണ് V1 എന്ന് പറയുന്ന സെന്റർ. ഓക്കെ, now we have to recalculate the center V2. സോ ക്ലസ്റ്റർ 2ല് ഇപ്പോൾ 2 എലമെന്റ്സ് ആണുള്ളത്. സോ 1/2 ഇൻറ്റു A5 പ്ലസ് A6 which is equal to finally we get the point 4.5, 4. ഇപ്പോൾ നമുക്ക് രണ്ട് ക്ലസ്റ്റർ സെന്ററും റീകാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്ലസ്റ്റർ സെന്റർ ആണ് കിട്ടിയിരിക്കുന്നത്. സോ ക്ലസ്റ്റർ എലമെന്റ്സ് ആൻഡ് സെന്റേഴ്സ് ആർ നോട്ട് സെയിം as in the previous iteration. So we have to repeat from step 2. Step 2 എന്താണ്? ഈ രണ്ട് സെന്ററിനും നമ്മുടെ ഡേറ്റ പോയിന്റ്സ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. That is, we have to create the distance table. That is distance between cluster centers and data points. Okay. So അതിനു വേണ്ടിയിട്ട് നമ്മൾ ടേബിൾ വരയ്ക്കണം. ഡേറ്റ പോയിന്റ്സ് എഴുതുക. Now ഈ കോളത്തിൽ ഡിസ്റ്റൻസ് ഫ്രം റീകാൽക്കുലേറ്റഡ് ക്ലസ്റ്റർ സെന്റർ
2, 1.75 and ഈ കോളത്തിൽ distance from the center 4.5, 4. Okay, so we get the values 1.25, 0.75, here also we have to find the distance between each data point and this center. We get the values 4.61. Okay, ഇനി ചെയ്യേണ്ടുന്നത് ഇതിൽ മിനിമം ഡിസ്റ്റൻസ് ഏതിനാണെന്ന് നോക്കുക. കറസ്പോണ്ടിങ് സെന്റർ ഓരോ ഡേറ്റ പോയിന്റും അസൈൻ ചെയ്യുക. ഓക്കെ, നൗ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ഈ അസൈൻഡ് സെന്റർ അനുസരിച്ച് ക്ലസ്റ്റർ ഫോം ചെയ്യണം. സോ ക്ലസ്റ്റർ 1 ഓഫ് V1 സെന്റർ ആയിട്ട് അസൈൻ ചെയ്തിരിക്കുന്ന ഏതൊക്കെ എലമെന്റ്സിനാണ്? സോ A1, A2, A3, A4. സെറ്റ് A1, A2, A3, A4. Okay. Now cluster 2 of V2 അസൈൻ ചെയ്തിരിക്കുന്നത് ഈ രണ്ട് ഡേറ്റ പോയിന്റിനാണ്. സോ V2ന്റെ ക്ലസ്റ്ററിൽ വരുന്ന പോയിന്റ്സ് A5ഉം A6ഉം ആണ്. ഓക്കെ, സോ ഇനി ചെക്ക് ചെയ്യേണ്ടുന്നത് പ്രീവിയസ് ഐട്രേഷനിൽ ഫോം ചെയ്ത അതേ ക്ലസ്റ്റർ തന്നെയാണോ ഇപ്പോഴും കിട്ടിയിരിക്കുന്നത് നോക്കുക. പ്രീവിയസ് ഐട്രേഷനിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലസ്റ്റർ ഇതാണ്. ക്ലസ്റ്റർ 1ൽ വരുന്ന എലമെന്റ്സ് A1, A2, A3, A4. ഇവിടെ അതേപോലെ സെയിം എലമെന്റ്സ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ക്ലസ്റ്റർ 2ൽ വന്നിരിക്കുന്ന എലമെന്റ്സ് A5, A6. ഇവിടെയും സെയിം എലമെന്റ്സ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഡേറ്റ ഐറ്റംസ് ഒരു ക്ലസ്റ്ററിൽ നിന്ന് വേറൊരു ക്ലസ്റ്ററിലോട്ട് മൂവ് ചെയ്തിട്ടില്ല. ഓക്കെ, നൗ we can stop. So we can write cluster elements are same as in the previous iteration. So our final clusters are cluster 1. A1 എന്ന് പറയുന്ന പോയിന്റ് ഏതാണ്? 1, 1. A2 എന്ന് പറയുന്ന പോയിന്റ് 2, 1. Then A3 എന്ന് പറയുന്ന പോയിന്റ് 2, 3. A4 എന്ന് പറയുന്ന പോയിന്റ് 3, 2. ഓക്കെ, അപ്പോൾ ഇതാണ് ക്ലസ്റ്റർ 1. ആൻഡ് ക്ലസ്റ്റർ 2 is A5 എന്ന് പറയുന്ന പോയിന്റ് 4, 3. A6 എന്ന് പറയുന്ന പോയിന്റ് 5, 5. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ക്ലസ്റ്റേഴ്സ് ആസ് പെർ K-means clustering algorithm. Okay, if you understood this problem, please like and subscribe my channel. Thank you.